ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പലരും നമ്മുടെ മാധ്യമപ്രവർത്തകർ പലരും അവിടെ ടൂർ ചെയ്തിട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ പോയിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന റൂറലാണെന്നാണ് എനിക്കത്, PMAY റൂറൽ, അതിലൊരു വീടാണ്. ആ വീടിൽ 2 ലക്ഷം രൂപയാണ് അതിന് കിട്ടിയത്. അയാൾ പറയുന്ന കണക്ക് കൃത്യമൊന്നും ആയിരിക്കില്ല. അതിൽ 50,000 രൂപ കുറച്ചാണ് കൊടുത്തത്, 50,000 രൂപ കൈക്കൂലി എടുത്തു എന്നാണ്. അതിൽ ഇഷ്ടിക മാത്രം കിട്ടിയിട്ടുള്ള പൂർത്തിയാവാത്ത ഒരു ചെറിയ വീടാണ്. അതിൻ്റെ മുന്നിലൊരു മഞ്ഞ ബോർഡുണ്ട്. നമ്മുടെ ആ ബോർഡിനകത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക നിറത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു സംഗതി അടിച്ചു വെക്കുന്നത് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ വ്യക്തിപരമായ അവകാശാധികാരങ്ങളുടെ മേൽ ഇത്തരത്തിൽ അടയാളങ്ങൾ പതിപ്പിക്കാൻ, ബ്രാൻഡുകൾ പതിപ്പിക്കാൻ പോയാൽ ആ മനുഷ്യൻ്റെ ആത്മാഭിമാനം എവിടെയാണ് നിൽക്കുക? ആ മനുഷ്യനത് ചെയ്യിക്കാൻ പറ്റാതെ പോയത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് സമൂഹം അവന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. അതല്ല, ഔദാര്യമാണ് എന്നിടത്തുനിന്നാണ് എന്ത് വരുന്നത്, ഈ ബ്രാൻഡ് വരുന്നത് എന്ന് കണക്കാക്കണം. അത് എൻടൈറ്റിൽമെൻ്റാണ് എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയവും അത് ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ഔദാര്യമാണ് എന്ന് കാണുന്നത് വലതുപക്ഷ രാഷ്ട്രീയവുമാണ്. കേരളം ഇടതുപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. അതും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും കേരളത്തിന് ലഭിക്കേണ്ട ധനം നമുക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കരിക്കുലത്തിനകത്ത് അങ്ങനെ വരുന്നത് ശരിയാണോ? പക്ഷേ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കത്തില്ല. ഞങ്ങൾ അവിടെ നിഷ്കർഷിക്കുന്ന പാഠപുസ്തകത്തിൽ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ സ്കൂളിലെ പിള്ളേരെ ഞങ്ങളിത് പഠിപ്പിക്കുന്നു. ശിവൻകുട്ടി പഠിപ്പിച്ചില്ലേ എന്ന്? ശിവൻകുട്ടി പാഠപുസ്തകം ഗവർണറുടെ പങ്ക് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഹാൻഡ് ബുക്ക് അല്ലേ ഗവർണർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കിടന്നിട്ട് തുള്ളാണ്. ഞാനാണ് എക്സിക്യൂട്ടീവ്. കേരളത്തിലെ മാധ്യമങ്ങൾ, മാതൃഭൂമി, മനോരമ തുടങ്ങി പർവ്വപ്രതാപികളായ മാധ്യമങ്ങൾ എല്ലാവരും, KSU, MSF, ABVP തുടങ്ങിയ വിദ്യാഭ്യാസ സംഘടനകൾ എല്ലാം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനാണ്, ഗവർണറാണ് എന്നും ഗവർണർക്ക് ബില്ല് ഒപ്പുവെക്കാനും വേണ്ടെന്ന് വയ്ക്കാനും തോട്ടിലെറിയാനും അധികാരമുണ്ട്, നിയമസഭയൊക്കെ എന്ന ആഖ്യാനങ്ങൾ അനവരതം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ശിവൻകുട്ടി ഗവർണർ എന്ന് പറയുന്ന ഒരു ടൈറ്റുലാർ ഹെഡാണ് എന്ന് ലക്ഷക്കണക്കിന് പിള്ളേരെ പഠിപ്പിക്കാൻ പാഠം എഴുതി ഉണ്ടാക്കി അച്ചടിച്ച് പിള്ളേർക്ക് കൊടുത്തത്? എന്ത് ചെയ്തു? വഴിയുണ്ട്. ആ വഴി എന്ന് പറഞ്ഞാൽ നിലപാടും കാഴ്ചപ്പാടും വേണം. ആ നിലപാടും കാഴ്ചപ്പാടും വെച്ച് എൻഗേജ് ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത്. അങ്ങനല്ലാതെ ഒളിച്ചോട്ടത്തിൻ്റെ പേരല്ല ഇടതുപക്ഷത്തിൻ്റെ ബദൽ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്.